2018 തോക്ക് വാങ്ങുന്ന സമയത്ത് തെറ്റായ വിവരങ്ങൾ നൽകി, ലഹരി ഉപയോഗം മറച്ചുവെച്ചു, ലഹരി പദാർത്ഥം ഉപയോഗിച്ചിരുന്ന സമയത്ത് തോക്ക് കൈവശം വെച്ചു എന്നിവയാണ് കുറ്റങ്ങൾ. അമേരിക്കയിൽ ലഹരി ഉപയോഗിക്കുന്നവർക്ക് തോക്ക് കൈവശം വയ്ക്കാനാവില്ല. 2018 കേസിലാണ് ഹണ്ടർ ബൈഡനെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. ഡെലവെയറിലെ ഫെഡറൽ കോടതിയിലെ ജൂറിയാണ് 3 ചാർജുകളിൽ ഹണ്ടർ ബൈഡൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. 25 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണിത്. തോക്ക് നിയമങ്ങളുടെ ലംഘനത്തിന് 3 ഫെഡറൽ കുറ്റങ്ങളാണ് ഹണ്ടറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ കേസിൽ ഇനി ഹണ്ടർ ബൈഡൻ വിചാരണ നേരിടണം. ഡെലവെയറിലെ US ഡിസ്ട്രിക്ട് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. തോക്ക് നിയമലംഘനത്തിന് പരമാവധി ശിക്ഷ 25 വർഷം തടവാണ്. 2024 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ കേസ് ജോ ബൈഡന് തലവേദനയായേക്കും. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായാണ് സിറ്റിംഗ് പ്രസിഡന്റ് മകനെതിരെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് കുറ്റം ചുമത്തിയത്. നേരത്തെ നികുതി വെട്ടിപ്പ് കേസും ഹണ്ടർ ബൈഡനെതിരെ ഉയർന്നു വന്നിരുന്നു. $10 ലക്ഷം വരുമാനത്തിന് 2 വർഷം നികുതി നൽകിയില്ലെന്നാണ് കേസ്. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയോഗിച്ച അഭിഭാഷകൻ ഡേവിഡ് വെയ്സാണ് ഹണ്ടർ ബൈഡനെതിരായ ആരോപണം അന്വേഷിച്ചത്. 2017-18 വർഷങ്ങളിൽ ടാക്സിൽ വെട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. ഈ കേസ് അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക് പാർട്ടി ഉന്നയിക്കാനിരിക്കെയാണ് തോക്ക് കേസ് കൂടി വന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.